വെച്ചിട്ട് കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എൻ്റെ വസ്ത്രം. ഈ വസ്ത്രത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇമാതിരി സെറ്റത്തര അയാൾ ചെയ്തത്. തെളിവില്ലാത്തതാണല്ലോ പ്രശ്നം, അതുകൊണ്ട് തെളിവോട് കൂടി തന്നെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം വീഡിയോ കാണും. ഇനി കാണിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഞാനിവിടെ പോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നിടത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എനിക്കത് ബ്ലർ ചെയ്യേണ്ടി വരും. കാരണം അതിൽ അവൻ്റെ ഐ ഡിക്കകത്ത് ഹൈലൈറ്റ്സിൻ്റെ അകത്ത് കൊച്ചു കുട്ടിയുടെയൊക്കെ ഫോട്ടോ അടക്കുന്നു. ഇത് ഉള്ളതാണ്, സ്വന്തം കുഞ്ഞുങ്ങളുടേതാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. സതീശൻ പുതിയടം, നീ നോക്കിയിട്ടല്ലേ കണ്ടതെന്ന്. അല്ല, എല്ലാവരും കണ്ണുമുത്തി നടക്കണോ എൻ്റെ പൊന്നു സുഹൃത്തെ? നീയൊക്കെയാണോടാ ആണുങ്ങൾക്ക് അപമാനവും നാണക്കേടും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഷിംജിത എന്നൊരു സ്ത്രീ കാരണം പബ്ലിക്കിൽ ഇറങ്ങി നടക്കുന്ന പല സ്ത്രീകൾക്കും ഇന്നും പല ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുന്നുണ്ട്, അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. വളരെ ദയനീയമായ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ നേർ ചിത്രമാണ് ഇതിപ്പോൾ. ഓൾ ഇന്ത്യ ലെവലിലുള്ള പല ഇൻസ്റ്റാഗ്രാം പേജുകളിലും ഹാൻഡിലുകളിലും ഒക്കെ ഈ സാധനം വന്നു കഴിഞ്ഞു. നിങ്ങൾ എത്ര പേര് ഈ സ്ത്രീയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധ നോമ്പ് കാലം വൃദ്ധാനുഷ്ഠാനങ്ങളോടുകൂടി നടന്നു പോകുന്നൊരു സമയത്ത് അതിൻ്റെ ആ ഒരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പർദ്ദയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ധരിച്ച് യാതൊരു തരത്തിലുള്ള സെക്ഷൽ ആയിട്ടുള്ള അവർ എക്സ്പോസ് ചെയ്ത് നടക്കുന്നു എന്നൊന്നും പറയാൻ നമുക്ക് കാരണം വേണമല്ലോ. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീ അവർക്ക് ട്രോമ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് അത്രയും മോശമായ ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ട്. ഇതിനെ ആരെങ്കിലുമൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രസ്തുത വ്യക്തിക്ക് പൂമാലയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറയട്ടെ, അന്ന് അങ്ങനെ സംഭവിക്കുമെങ്കിൽ പച്ചയ്ക്ക് ഞാൻ തെറി വിളിക്കും. അത് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണ് കേട്ടോ. കാരണം ഇത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ പറ. ഇതിനകത്ത് ആ ഒരു ഭാഗം, ചെറിയൊരു ഭാഗം ബ്ലർ ചെയ്യേണ്ടി വരും. ഇല്ല, കാരണം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേഷൻ കാരണം ചാനലിന് ഒരു പ്രശ്നം ആവും. എന്താണെന്നുള്ളത് ആ സ്ത്രീ പറയുന്നത് കേട്ട് അയാളുടെ വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. കണ്ടു നോക്ക്, എന്തുവാടെ ഇത്. 1:30 മണിയാവറായി. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ കുറെ കൽപ്പന്മാർ വരും വസ്ത്രധാരണ കൊണ്ടാണ് ഇമാതിരി. ഇനി വസ്ത്രധാരണം പറയുന്നവർക്ക് ശ്രദ്ധിച്ച് നോക്കി അറിയാം. അതിന്റെ മുഖവും കൈയും കാലിന്റെ അഗ്രഭാഗങ്ങളല്ലാതെ വേറൊന്നും കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അതിനെ ഏറ്റുപിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നീ പറയും ഇവളെ കണ്ടറിയാം എന്ന് പറയും, ആൾക്കാർ പറയുമല്ലോ. തെണ്ടിത്തരം ആൾക്കാർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങളെ സപ്പോർട്ട് ചെയ്ത് കുറെ കൽപ്പന്മാർ ഇറങ്ങാനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എല്ലാ ആണുങ്ങളും അങ്ങനെ ഇറങ്ങത്തില്ല സഹോദരി, അത് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം. ചിലരുണ്ട് അതിനകത്ത്. ഇപ്പം ഈ സ്യൂഡോ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന ഫേക്ക് ഫെമിനിസ്റ്റുകളെ പോലുള്ള തരത്തിൽ തന്നെ ഈ ആണുങ്ങൾക്കിടയിൽ ഈ ആണുങ്ങൾ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന കുറേ അധികം നികൃഷ്ട ജീവികളുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്, അതില്ലെന്നൊന്നും പറയുന്നില്ല. അല്ലാതെ എല്ലാവരും അങ്ങനെയല്ല, ചിലർ അത് കറക്റ്റായിട്ട് ചിലരുണ്ടാവും. കാരണം ഞാൻ ഇട്ടിരിക്കുന്നത് പർദ്ദയാണ്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഒട്ടും എക്സ്പോസ്ഡ് അല്ലാത്ത പർദ്ദയാണ് എൻ്റെ വസ്ത്രം. ഈ വസ്ത്രത്തിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇമാതിരി സെറ്റത്തര അയാൾ ചെയ്തത്. തെളിവില്ലാത്തതാണല്ലോ പ്രശ്നം, അതുകൊണ്ട് തെളിവോട് കൂടി തന്നെ ഈ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആദ്യം വീഡിയോ കാണും. ഇനി കാണിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഞാനിവിടെ പോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നിടത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എനിക്കത് ബ്ലർ ചെയ്യേണ്ടി വരും. കാരണം ഇവൻ ഈ ഓപ്പോസിറ്റ് ഒരു ട്രാക്കിൻ്റെ അപ്പുറത്തൊന്നും ഇരിക്കുന്ന ഈ സ്ത്രീയെ നോക്കിയിട്ട്, അഥവാ അപ്പുറത്തും ഇപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരാണ്. അറിയാമല്ലോ, റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇവൻ കാത്തിരിപ്പുകാരനായിട്ടിരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ വേറെ അനുഭവം കൂടെ പറയാം, എന്നാൽ ഇത് ആദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതിൻ്റെ ഇപ്പുറത്തെ തലക്കിലിരിക്കുന്ന ഈ പുള്ളിക്കാരൻ ഈ പുള്ളിക്കാരൻ അപ്പുറത്തിരിക്കുന്ന സ്ത്രീയെ നോക്കിയിട്ട് അവൻ്റെ സ്വകാര്യ ഭാഗം പുറത്തിട്ടിട്ട് അവൻ അവിടെ ഇരുന്നുകൊണ്ട് മറ്റേ പരിപാടി ചെയ്യുന്നുണ്ട്, കൈകൊണ്ട് വേറെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവം. പക്ഷെ അത് കാണിക്കുമ്പോൾ അവിടെ ബ്ലർ ചെയ്യും. ഓക്കെ, വേറൊന്നും വിചാരിക്കരുത്. ഒരു കാല് മറച്ചു വെച്ച് മറ്റേ കാലിൽ സൈഡ് വെച്ചിട്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തും വരുന്ന ആൾക്കാരെ മറ വെച്ച് ഒരു സൈഡിൽ ബാഗ് വെച്ച് മറച്ചേക്കുന്നു, അപ്പുറത്തെ സൈഡിൽ ഇവൻ്റെ കാല് വെച്ച് മറച്ചേക്കുന്നു. എന്നിട്ട് അവൻ സെൻറ്ററിൽ അവൻ്റെ ഈ സാമാനം എടുത്ത് പുറത്തിട്ടിട്ട് അവൻ കൈ കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കാണിക്കുന്നത്. ഇവനെ അത് നട്ടപ്പാതിരാത്രിക്കാണെന്ന് ആലോചിക്കണം. പിന്നെ കുടുംബം ഉണ്ടാവും, കുട്ടികളുണ്ടാവും, വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നെ അറിയുന്ന ആൾക്കാരോ അറിയാത്ത ആൾക്കാരോ കമന്റ് ബോക്സിലോ മെസ്സേജിലോ വരേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യില്ല. അങ്ങനെ കുടുംബം കുട്ടികളുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ ആ ബോധത്തോടെ ജീവിക്കാൻ അയാൾ പഠിക്കണം. അല്ലാണ്ട് ഇമാതിരി ചറ്റത്തരം ചെയ്തിട്ട് ഒരു പെൺകുട്ടീൻ്റെ മുമ്പിൽ ഇത്രയും ട്രോമ തരുന്ന രീതിയിൽ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആരും കരയാൻ നിൽക്കണ്ട. വീഡിയോ ഒട്ടും ഡിലീറ്റ് ചെയ്യാൻ പോണില്ല, ബ്ലറാക്കാനും പോണില്ല. അമ്മാതിരി പച്ചക്ക് ഞാൻ ആ സാധനം ഇടാൻ പോവാണേ, അത്രേ ഉള്ളൂ. 1:30 മണിയാവരെ നടന്നിരിക്കുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ്.
ഒരു കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പം ഈ ഒരു പെൺകുട്ടി പറയുന്നത് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് അർദ്ധരാത്രിയിൽ ഒരു യാത്രയ്ക്ക് കാത്തു നിന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരുന്ന മറ്റൊരു യാത്രക്കാരനെന്ന് പറയുന്ന രീതി ഒരുത്തൻ അവിടെ ഇരുന്നുകൊണ്ട് അവൻ്റെ സ്വകാര്യ ഭാഗം പുറത്തിട്ടിട്ട് ഈ സ്ത്രീയെ നോക്കിക്കൊണ്ട് ലൈംഗികപരമായിട്ട് അവൻ്റെ സാമാനം എടുത്തു വെച്ചുകൊണ്ട് അവൻ കാണിച്ച കാണിപ്പാണ് കണ്ടത്, പബ്ലിക്കാക്കിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതിന് ആ കുട്ടി ഫുട്ടേജ് എടുത്ത് വെച്ചിട്ട് അത് ഇത് ചെയ്തു. കാരണം ഇത് വന്നേക്കുന്നത് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ആൾ പോലും എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഈ മറ്റൊരു ഇൻ്റർനാഷണൽ ലെവലിലെ നാഷണൽ ലെവലിലുള്ള ഒരു ഹാൻഡിലിനകത്ത് വന്നതാണ്. അവിടെ നിന്നാണ് ഈ കുട്ടി താങ്ക് യു എന്ന് കമൻറ്റ് അവിടെ കിടക്കുന്ന കണ്ടിട്ട് ഞാൻ പോയിട്ട് ID കണ്ടെത്തിയിട്ട് ഞാൻ ഇതിനകത്ത് നിന്ന് ഈ കുട്ടിയുടെ ഇതെടുത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഇത് സ്ത്രീകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നൊരു കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. ഷിംജിതയെ പോലുള്ള ഒരുത്തി ചെയ്തതിൻ്റെ കാരണം കൊണ്ട്, ജാമ്യത്തിൽ ഇറങ്ങിയ ഷിംജിതയെ പോലുള്ള ആൾക്കാർ ഇപ്പോഴും ചെയ്യുന്ന കാര്യം കൊണ്ട് ഈ സമൂഹത്തിൻ്റെ അകത്ത് വരുന്ന സ്ത്രീകൾ അവർക്ക് നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുമ്പം അതെല്ലാം പൊയ്യാണ്, ഇവൾക്കെല്ലാം കഴപ്പാണ്, ഇവളുമാർ മറ്റേ സ്വഭാവമാണ്, ഇവൾക്കെല്ലാം അല്ല കാണിച്ചിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരടുത്ത് പറയാനുള്ളത്, എല്ലാ സ്ത്രീകളല്ല 90% സ്ത്രീകൾ പറയുന്ന കാര്യം കള്ളമല്ല. ചില പറയുന്നത് കള്ളത്തരമാണ്, അവരുടെ ഫീമിനോ മറ്റുള്ള കാര്യമൊക്കെ വേണ്ടിയിട്ടാണ്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം എന്നുള്ളതിനപ്പുറം എല്ലാവരെയും ഒരേ ശബ്ദത്തിൽ കാണരുത്. ഞാൻ മറ്റൊരു കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ബാക്കി കമൻറ്റ് ബോക്സിലേക്ക് വരാം. അതായത് ഈ അടുത്ത കാലത്ത്, അതായത് ഏതാണ്ട് 1-2 മാസത്തിന് മുമ്പ് തിരുവനന്തപുരത്ത്, ഞാനിത് നമ്മുടെ KSRTCയുടെയൊക്കെ ഒരു ദുരവസ്ഥയാണ് കേട്ടോ. അത് KSRTC നമ്മളിപ്പോൾ കേരളത്തിൽ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുന്നു, ഗവൺമെൻറ്റുകൾ ഭയങ്കരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എങ്കിലും KSRTCയുടെ ശൗചാലയം അഥവാ നമ്മുടെ ടോയ്ലറ്റ്, നമ്മുടെ എന്തെങ്കിലും ദൂരയാത്ര കഴിഞ്ഞ് വന്നിട്ട് അവിടെ വന്ന് നമ്മൾ ഒന്നിന് പോകുന്നു, അല്ലാതെ മറ്റു പരിപാടിക്കൊന്നും ആ ഏരിയയ്ക്ക് പോകരുത്. കാരണം ഒന്നിന് പോലും പോകാൻ പറ്റത്തില്ല, ഇവിടെ നിൽക്കുമ്പോഴേ മുക്ക് പൊത്തിക്കൊണ്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ദൂരയാത്ര കഴിഞ്ഞിട്ട് അവശനായി ഞാൻ അവിടെ വന്നിട്ട് ഈ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്ത് പൈസയും കൊടുത്തിട്ട് അകത്ത് കയറുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും ഉണ്ടാവുമല്ലോ, അവിടെ നിറയെ ആൾക്കാരുണ്ടാവും. കാരണം നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അസഹനീയമാണ്, പെട്ടെന്ന് ഓടണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. കാരണം ഇത് ചെയ്യണമല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത്, അഥവാ നമ്മളിങ്ങനെ നമ്മുടെ ഇത് സാധിക്കാൻ വേണ്ടിയിട്ട് ഒന്നിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തുടങ്ങുന്ന സമയത്ത് അപ്പുറത്തും അതുവരെ ഈ ഒന്നിനെ വെക്കൊണ്ടിരിക്കുന്നു തോന്നിക്കുന്ന ആൾക്കാരെല്ലാം അവിടെ നിന്ന് ഓടി വന്ന് നമ്മുടെ 2 വശത്തേക്ക് നിൽക്കും. അഥവാ ഇവർ അപ്പുറത്തും സൈഡിലുമൊക്കെ ആയിട്ട് നിന്നിട്ട് ഇവർ ഈ പറഞ്ഞ സ്വകാര്യ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കും. ഇത് ഞാൻ പറയുന്നതിന് ഒരു ജാള്യതയില്ല, കാരണം ഇത് ഒരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്ന കാര്യമാണ്. കാരണം നമുക്ക് ഈ ഒരു കാര്യത്തിന് ആരും അഡ്രസ്സ് ചെയ്ത് പോകുന്നില്ല. അത് എവിടെയെങ്കിലുമൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെട്ടാൽ വളരെ സന്തോഷമായിരുന്നു. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണമികവിനെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അഭിപ്രായം ചോദിച്ച സമയത്ത് ഞാൻ 100% മാർക്ക് കൊടുത്തപ്പോൾ ഞാൻ ഈ ഒരൊറ്റ കാര്യം പ്രത്യേകിച്ച് അഡ്രസ്സ് ചെയ്ത് വന്ന ആൾക്കാരോട് എഴുതിയെടുക്കാൻ പറഞ്ഞു. ഇത് അടിസ്ഥാനപരമായിട്ട് പുരുഷന്മാർ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. സ്ത്രീകൾക്ക് ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പുരുഷന്മാരുടെ ഇടയിലേക്ക് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇവന്മാർ വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒന്നിന് പോകാൻ വേണ്ടിയിട്ട് പറ്റും? ഇത് നിങ്ങൾ ചിരിച്ച് തള്ളരുത്, ദയവേത് ചിരിച്ച് പെട്ടെന്ന് ചിരി വരും. അങ്ങനെയല്ല, അത് കാരണം എനിക്ക് അവിടെ യൂറിൻ പാസ് ചെയ്യാൻ കഴിയാതെ ഇവന്മാരെ തെറി വിളിച്ചിട്ട് ഒരുത്തനെ ഞാൻ പിടിച്ച് അവിടെ തള്ളിയിട്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത്. കാരണം പിന്നെ അടി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ കണക്കിൽ ഈ ഉത്കണ്ഠയും ഈ പ്രശ്നം വെച്ചിട്ട് ഞാൻ എങ്ങനെ അടിയും പിടിയിട്ട് അവിടെ നിൽക്കും? അവിടെ നിന്ന് തിരിച്ച് പുറത്തിറങ്ങി വന്നിട്ട് ഞാൻ ഈ പൈസ വാങ്ങുന്ന കൗണ്ടറിൽ അവൻ്റെ അടുത്തും ചോദിച്ചത് എന്തുവാ ചേട്ടാ ഇതിൻ്റെ അകത്തുനിന്ന്? അയാൾ മിണ്ടിയിട്ടില്ല. മനസ്സിലാകുന്നുണ്ട്? ആരും ഇതിനൊരു റെസ്പോൺസും ഇല്ല, ഒന്നുമില്ല. ഗവൺമെൻറ് മിനിസ്റ്റർ KB ഗണേഷ് കുമാറൊക്കെ ഇത് കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് ഈ പുരുഷന്മാർക്കും ഈ പറയുന്ന ഈ പബ്ലിക് ടോയ്ലറ്റുകളിലേക്ക് അഥവാ നിങ്ങളുടെ KSRTCയുടെ ടോയ്ലറ്റുകളിലേക്ക് പോയി യൂറിൻ പാസ് ചെയ്യാൻ സമയത്ത് ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധന്മാർ നമ്മുടെ ഈ മറ്റ് സ്വകാര്യ ഭാഗത്തേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടൊക്കെ അവന്മാർ വേറെ പലതും ഇതേ പരിപാടി അവന്മാർ നമ്മുടെ അത് കണ്ടിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അവിടെ എന്താ ചെയ്യേണ്ടത്? ഇവനൊക്കെ കൂമ്പടക്ക് ഇടി കൊടുക്കണം. ഞാൻ തെറി പറഞ്ഞെന്ന് വെച്ചാൽ തെറിയും പറഞ്ഞ് ഞാൻ പിടിച്ചൊരുത്തനെ തള്ളി അതാ പറഞ്ഞില്ല, അവൻ അവൻ്റെ ഇടയിലേക്ക് എന്ന് വീണു. പക്ഷേ ഞാൻ പറയുന്നതിൻ്റെ കാര്യം അവിടെ നിന്ന് വീണ്ടും ഇവർ ആരും മിണ്ടുന്നില്ല. പക്ഷേ അവരെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല തോന്നുന്നു. അവ എണീച്ച് വന്നിട്ട് അവിടെ നിൽക്കുന്നു. വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അവരവിടെ വീണ്ടും നിൽക്കുവാണ് അടുത്ത ആൾക്കാരെ കാത്ത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഈ അവിടെ നിൽക്കുന്നവന്മാർക്ക് അറിയാത്തതൊന്നുമല്ല. ഇതുപോലെ ഈ സ്ത്രീ ഈ പബ്ലിക്കിൻ്റെ ഏരിയയിൽ വന്നിരുന്ന മുഴുവൻ വസ്ത്രവും ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യം അനുഭവമുള്ള ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും പബ്ലിക് ടോയ്ലറ്റുകളിൽ പോയിട്ട് ഒന്നിന് പോകാൻ വേണ്ടിയിട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന പുരുഷന്മാരാൽ ചില ഈ സാമൂഹിക മറ്റേ പ്രകൃതി വിരുദ്ധ ചിന്താഗതി ഉള്ളവന്മാരാൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചിലർ നാണക്കേട്ടുകൊണ്ട് പറയാതിരിക്കും. ബഹുഭൂരിഷം നാണക്കേടുണ്ടാവും. ഇപ്പോൾ സ്ത്രീകൾക്കുണ്ടാവുന്നത് പോലെ തന്നെ ബസ്സുകളിൽ യാത്ര ചെയ്ത പുരുഷന്മാർക്കും അടുത്തിരിക്കുന്നവന്മാരാൽ ഈ പിടുത്തം, മറ്റിടത്തേക്ക് പിടുത്തം, അങ്ങനെയൊക്കെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നറിയോ? ഞങ്ങളുടെയൊക്കെ പോകുന്ന ബസ്സുകളിൽ പല സമയങ്ങളിൽ പുരുഷന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്, അടി കൊടുത്തിട്ടുമുണ്ട്.
മനസ്സിലാവുന്നുണ്ട്. അതാ പറഞ്ഞാൽ ഇത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ്, അതേപോലെ പുരുഷന്മാരും ഈ പ്രശ്നം നേരിടുന്നു. സ്ത്രീകളുടെ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് പോലെ ഞങ്ങളുടെ അഥവാ പുരുഷന്മാരുടെ പ്രശ്നവും ഇത് അഡ്രസ്സ് ചെയ്യപ്പെട്ട് വ്യക്തമായ രീതിയിൽ ഇതിനൊരു നടപടികൾ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ളത് അങ്ങേയറ്റം ഗുരുതരമായിട്ടൊരു പ്രശ്നമാണ്. അതിനെ ഒരു കാരണവശാലും കളിയാക്കുന്നത് പോയിട്ട് ആ സ്ത്രീ കുറ്റപ്പെടുത്താനൊന്നും നമ്മൾ നിൽക്കരുത്. ഇവനെ പോലുള്ളവരെ നാളെ പിടിച്ചുകൊണ്ട് പോയിട്ട് മാലയിട്ടുകൊണ്ട് വരുന്ന സാഹചര്യവും ഉണ്ടാവരുത്. അവന് പരമാവധി ശിക്ഷ കിട്ടണം. അവൻ്റെ അണ്ടി അങ്ങ് മുറിച്ച് കളയണം. ഓക്കെ, ഇതിനകത്ത് സത്യമാണ് പറഞ്ഞതിന് യാതൊരു തെറ്റുമില്ല. അത് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, അവൻ്റെ ആ പിടുത്തം അങ്ങ് നിൽക്കുമല്ലോ. എന്നാലും ഒരെണ്ണം അവൻ്റെ കരണം നോക്കി കൊടുക്കാമായിരുന്നു. ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോയിട്ട് അവർക്ക് ഒരിക്കലും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യമല്ല, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ നിങ്ങൾ സാരി ഉടുത്ത് നിന്നാലും അവൻ അതുപോലെ ചെയ്യും. ചെയ്യാൻ പാടില്ല പർദ്ദ ആയാലും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് റിയാക്ട് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷനിൽ അത് വീഡിയോ എടുക്കണം ഉള്ള ധൈര്യം ഉണ്ടായത് തന്നെ ഭാഗ്യം. പക്ഷേ അവനെ സപ്പോർട്ട് ചെയ്യാനും കുറേ പേർ വരും. അതാണ് നമ്മളുടെ നാട്ടിലെ അവസ്ഥ. സത്യമാണ്, അതൊരു ദുരവസ്ഥ തന്നെയാണ്. കേരള പോലീസിനൊക്കെ ചെയ്യുന്നു. ഇതുപോലെ ചെയ്യുന്നവർ ഇനിയെങ്കിലും ഇത്തിരി പേടിക്കും. മോൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നിങ്ങൾ വീഡിയോ എടുത്തത് മാത്രം ഒട്ടും ശരിയായില്ല. ഒരു കത്തി എടുത്ത് അടുത്തേക്ക് പോയി അവന് തല വെട്ടിക്കളയാം, അവൻ്റെ അത് വെട്ടിക്കളയാമായിരുന്നു. കേരള പോലീസിനെ അറിയിച്ചില്ലേ, വീഡിയോ ഡിലീറ്റ് ആക്കേണ്ട ഒരു കാര്യമില്ല, തീർച്ചയായും നിയമപരമായി നേരിടണം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും എന്തായാലും ഇപ്പോൾ ചോദിക്കും പോലീസിനെ അറിയിച്ചു. കാരണം ഈ സാഹചര്യം വരുന്ന സമയത്ത് ഒരാൾ ഷോക്കാവും പെട്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാനൊരു പുരുഷനാണ്, നമ്മളിപ്പോൾ സമൂഹത്തിൻ്റെ ലെവലിൽ പുരുഷനാണല്ലോ. പുരുഷനെന്ന് പറഞ്ഞാൽ ധൈര്യശാലിയാണ്, ഭയങ്കര മസിൽ സ്ട്രെങ്ത് ഉള്ള ആളാണ്, എന്ത് കാര്യവും പെട്ടെന്ന് നേരിടാൻ ധൈര്യമുള്ള ഒരാളാണ്. എല്ലാ ശേഷികളും നമുക്ക് കൽപ്പിച്ചു തന്നു. കരയാൻ പാടില്ല, പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വിഷമം പറയാൻ പാടില്ല, നമുക്ക് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊന്നുമില്ല. പുരുഷൻ എപ്പോഴും ഭയങ്കര മറ്റവനാണ്. എല്ലാം ഉണ്ടേ നമ്മൾ ആണുങ്ങളുടെ പ്രശ്നങ്ങളും സത്യം പറഞ്ഞ് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. ഇവനെപ്പോലുള്ള ഒരു കാര്യമല്ല, സാധാരണ ഈ കുടുംബവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിതം രണ്ട് കരയ്ക്ക് എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആണുങ്ങളുടെ പ്രശ്നം സത്യം പറഞ്ഞാൽ ഇവിടെ പലയിടത്തും ആരും സംസാരിക്കുന്നില്ല. അത് വലിയൊരു സത്യമാണ്. അതൊരു വല്ലാത്തൊരു വേദനയുമാണ്. അപ്പോൾ എന്താ പറയുമ്പോൾ ഈ പെട്ടെന്ന് ഒരു ഷോക്ക് ഉണ്ടാകുന്നു. ഇപ്പം ഞാൻ പറഞ്ഞതുപോലത്തെ എനിക്ക് ആ ഷോക്കായിരുന്നു. ആ ഷോക്ക് ഞാൻ പെട്ടെന്ന് റിക്കവർ ചെയ്തു. ഇതുപോലെ ഒരു സ്ത്രീക്ക് പറ്റണമെന്നില്ല. അവർ നോക്കുമ്പോൾ മറ്റേ പരിപാടി ചെയ്തുകൊണ്ടെങ്കിൽ ഇവരെന്തോ ചെയ്യും പറഞ്ഞേ, തൊട്ടടുത്തിരിക്കുന്നവരടുത്ത് പറഞ്ഞാൽ ഉണ്ടായി ഞാൻ എന്ത് ചെയ്തുകൊണ്ട് പോട്ടെ എന്നേ പറയൂ. സമൂഹത്തിൻ്റെ പ്രശ്നം അതാണ്. ഇനി അടുത്തൊരു വീഡിയോ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ പോലീസുകാരനെ വല്ല വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ നിന്ന് എണീച്ച് പോകും. അതുകൊണ്ട് അവർ ഫൂട്ടേജ് എടുത്ത് വെച്ച് നന്നായി എന്നേ എനിക്കും പറയാനുള്ളൂ. അതിനുശേഷം നിയമപാലകർ സ്വയം നടപടി എടുക്കുക എന്നുള്ള കാര്യം മാത്രമല്ല. അവൻ ആരാണ്, എന്താണ്, അവൻ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ അവൻ എന്തായാലും ക്യാമറ കണ്ണുകളിൽ ഇതുണ്ടായിട്ടുണ്ടാവണം. അവൻ എന്തായിരുന്നാലും അവിടെ നിന്ന് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ അഡ്രസ്സും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും അവനെ ട്രാക്ക് ചെയ്ത് അവനെ പൊക്കി അവനകത്തിട്ട് നല്ല ഇടി കൊടുത്ത് അവൻ്റെ ചിന്നാമണിയെ അങ്ങ് ഉടച്ചങ്ങ് കാണാം ഇല്ലേ. ഇനി അവൻ സാമാന്യമുഖാരുന്ന പ്രശ്നമല്ലല്ലോ. നീ നോക്കാൻ പോയിട്ടല്ലേ അത് കണ്ടാണ്ടോ ഇവിടെയും ഒരു സംഭവം. ഓക്കെ, ഇങ്ങോട്ട് നോക്ക്, ഇവിടത്തെ ഒരു കമൻറ്റ്. സതീശനോ കൊള്ളാലോടാ നീയൊക്കെ. അതിൽ അവൻ്റെ ഐ ഡിക്കകത്ത് ഹൈലൈറ്റ്സിൻ്റെ അകത്ത് കൊച്ചു കുട്ടിയുടെയൊക്കെ ഫോട്ടോ അടക്കുന്നു. ഇത് ഉള്ളതാണ്, സ്വന്തം കുഞ്ഞുങ്ങളുടേതാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. സതീശൻ പുതിയ ഇടം, നീ നോക്കിയിട്ടല്ലേ കണ്ടതെന്ന്. അല്ല എല്ലാവരും കണ്ണുമുത്തി നടക്കണോ എൻ്റെ പൊന്നു സുഹൃത്തെ? നീയൊക്കെയാണോടാ ആണുങ്ങൾക്ക് അപമാനവും നാണക്കേടും. നിന്റെ തള്ളയെ നോക്കി വാണം വിട്ടാലും ഇങ്ങനെ പറയണം, നിന്റെ തള്ള അവിടേക്ക് പോയിട്ടല്ലേ എന്ന്. ഇതിനും മോശമായ മറുപടി പറയാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ, പറയുകയും ചെയ്യും. സത്യമായിട്ട് ഞാൻ പറയാം, നന്മ മരമല്ല നല്ലവനുമല്ല. പച്ചയ്ക്ക് ഞാൻ പറയും, ഇടിക്കേണ്ടടുത്തുള്ള ഇടിക്കുകയും ചെയ്യും. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഭവം കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നവരാണെങ്കിൽ ആ സമയത്ത് സ്പോട്ടിൽ ഇടി അവൻ്റെ അമാനം നോക്കി കൊടുക്കേണ്ടതാണ്. നിന്നെ കണ്ടാൽ അവൻ്റെ അടുത്ത കമൻറ്റ്, നിന്നെ കണ്ട ഒരു മരക്കഷ്ണം പോലെ തോന്നുന്നു, വികാരം പോലും മനുഷ്യർക്ക് തോന്നിയില്ല, കാണ്ടാമൃഗത്തിന് കയറിയത് പോലുള്ള നിന്റെ രൂപം വരാതെ പൊലയാടി കണ്ട ബസ് സ്റ്റാൻഡ് തോറും നീ അപരാധിച്ച് നടക്കണം, ചീത്ത പറയാൻ വന്ന പൊലയാടി ഉണ്ടായ നായയുടെ മോളെ നീ വീഡിയോ ഇട്ടാൽ എന്ത് ഡിലീറ്റ് ചെയ്താൽ എന്ത്, ഞങ്ങൾക്ക് എന്ത് ആയാൽ എന്താടി. ഇവനെ തൂക്കണം കേട്ടോ. കാരണം ഈ അപമാനിക്കപ്പെട്ട സ്ത്രീയെ പച്ചയ്ക്ക് തെറി പറയുകയാണ്. ചെയ്താൽ ഞങ്ങൾക്ക് എന്താടി. ഏതൊരു കാട്ടറബി വഴിതെറ്റി വന്ന് നിന്നെ ഉണ്ടാക്കി കൊണ്ടുപോയത് തെറി പറയാൻ നിന്നെ പോലുള്ളവരെ കണ്ടാൽ പോലും വേണ്ടാതെ തോന്നുന്നു. കണ്ടാൽ നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ ഉമ്മ പിഴച്ച ആർക്ക് വേണം, ആരൊക്കെയാണ് വാണക്കുറ്റി. രാവിലെ നിന്നെ പറഞ്ഞു മനസ്സിനൊരു വലിയൊരു സന്തോഷം കണ്ട റോളിയ അപരാധി. എൻ്റെ പൊന്നി, നിന്നെപ്പോലൊരു തേടിയാണ് നാളെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു ജീവൻ എടുത്തത്. നിന്നെയൊക്കെ കുഴിയെടുത്ത് മുകളിൽ വരുന്ന രീതിയിൽ കുഴിച്ചിടണം, എന്നിട്ട് നായയെ കൊണ്ട് നിൻ്റെയൊക്കെ തരിപ്പടക്കണം. ആലോചിക്കണം, ഇത്രയും അനുഭവിച്ചൊരു സ്ത്രീ വന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ താഴെ ഒരുത്തം വന്ന് കമൻറ്റ് ഇട്ട് തെറി പറയും. വാണം പിടിക്കില്ല, നിൻ്റെ വാക്കത്ത് അടിച്ച് കയറ്റണം, വരാതെ പിന്നെ മോളെ നിൻ്റെ അമ്മയെ നിന്നെപ്പോലെ വെടി എന്നെ നിന്നെ നോക്കി വേണം കേട്ടോ. അത്രയും ദാരിദ്ര്യവാസിയോ നീ ആൾക്കാരെ വായിക്കുന്നത് എത്രയോ വീഡിയോ ആൾക്കാരുണ്ട്. അതായത് മറ്റേ ഷിംജിതയുടെ കേസിൻ്റെ അകത്ത് നടന്നതുപോലെ ഈ പുള്ളിക്കാരത്തിയെ അങ്ങോട്ട്
ഷെയിം ചെയ്യുക, സ്ലട്ട് ഷെയിം ചെയ്യുക. അയ്യേ നിൻ്റെ കഴപ്പ് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. നിൻ്റെ അമ്മയെ സെറ്റാക്കി കൊടുക്കുക, അല്ലാതെ പബ്ലിക് പ്ലേസിൽ വന്ന് ഇമാതിരി പരിപാടി കാണിക്കല്ല വേണ്ടത്. ഇതേപോലെ ഉള്ളതിനെ നിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും. നിൻ്റെ ഉമ്മയെ തെരുവിൽ കൊണ്ട് വയ്ക്കുന്നത് പോലെയാണ് മറ്റുള്ളവരെ പറയുന്നത്. ഗോ ഗേൾ വെൽ ഡൺ. കണ്ടോ ഇവിടെയും അയാൾ നീ നോക്കിയാൻ പോയിട്ടല്ലേ അത് കണ്ടതെന്ന് ഇട്ട കമൻറ്റിന് 6 ലൈക്ക്. അതിനകത്ത് സ്ത്രീകളും ഉണ്ട്. എന്ത് പാടിയത് ഒന്നും പറയല്ല ഗൈസ്, ഒന്നും പറയില്ല. നീ എല്ലാവരും കൂടെ ഈ കൊച്ചിൻ്റെ തലയിൽ ചെന്ന്, എല്ലാവരല്ല, കുറച്ച് ഇതുപോലുള്ള വിവരമില്ലാത്ത മക്കൾ ചെന്ന് ഈ കൊച്ചിൻ്റെ തലയിൽ ചെന്ന് കയറാൻ സാധ്യതയുണ്ട്. എന്തായാലും നിയമ നടപടി എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കുറ്റിപ്പുറ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായതാണ്. ഇതിപ്പം വീഡിയോ വന്നിട്ട് നോക്കട്ടെ, ഇത് ഒരുപാട് ആയോ വീഡിയോ വന്നിട്ട്? 1 ഡേ, ഒരു ദിവസമേ ആയിട്ടുള്ളൂ. തീർച്ചയായിട്ടും നടപടി എടുത്തിട്ടുണ്ടാവാം, ഇല്ലായിരിക്കാം, അറിഞ്ഞുകൂടാ. ഓക്കെ എന്തായിരുന്നാലും ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നം, അതുപോലെ തന്നെ പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, രണ്ടും സമൂഹം കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.